ഹലോ മച്ചന്മാരെ, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് തല്ലൂരുള്ള നമ്മുടെ ദീപ്തി സ്കൂൾ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകണ വഴിക്കാണ് സൂഫി മന്ദീസ് എൻ്റെ കൺമുന്നിൽ പെട്ടത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും ഇവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഉള്ളിൽ കയറി ഫുഡും പറഞ്ഞ് വാഷ്റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഫ്രഷ് ആയിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ സാധനം എത്തിയിട്ടാ. ഞാനൊരു ക്വാർട്ടർ ഷവായും അതുപോലെ തന്നെ ഒരു ക്വാർട്ടർ ബീഫ് മന്തിയാണ് കേട്ടോ പറഞ്ഞത്. ഈ മസാലയിൽ കുളിച്ച് കിടക്കുന്ന ഷവായി കണ്ടിട്ട് എനിക്കൊരു തരി പോലും നേരം കളയാൻ തോന്നിയില്ല കേട്ടോ. അങ്ങനെ ഒട്ടും നേരം കളയാതെ ഞാൻ ആ ഷവായി എടുത്ത് എൻ്റെ പ്ലേറ്റിലോട്ട് വെച്ചു. അതിൻ്റെ കൂടെ കുറച്ച് മന്തി റൈസും കൂടി ഇട്ടുട്ടാ. പിന്നെ ഈ അൽവാ കഷ്ണം പോലെ കിടക്കണ നമ്മുടെ ബീഫിനെ മന്തി റൈസിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഞാൻ എൻ്റെ പ്ലേറ്റിലോട്ട് വെച്ചു. നമുക്ക് കിട്ടിയ ബീഫ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. നാരിമാരത്തെ നല്ല അടിപൊളി ബീഫായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് കിട്ടിയ നമ്മുടെ ചട്നി റൈസിലോട്ട് ഒഴിച്ച് കൂട്ടി കുഴച്ച് നമ്മുടെ ബീഫിൽ നിന്ന് ഒരു കഷ്ണം അങ്ങോട്ട് എടുത്തിട്ട് ഒരു പെട അങ്ങോട്ട് പെട്ടച്ചു കേട്ടോ. ഔ പൊളി. മോന്തയ്ക്ക് പ്രത്യേകിച്ച് എക്സ്പ്രഷനൊന്നും വരാഞ്ഞത് വേറെ ഒന്നും ഉണ്ടല്ല കേട്ടോ. ചട്നിക്ക് ഇത്തിരി പുളി കൂടി പോയേ. അങ്ങനെ ബീഫ് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ നമ്മുടെ ഷവായ എടുത്തിട്ട് മസാലയും കൂട്ടി മന്തി റൈസിൽ കുഴച്ചിട്ട് ഒരു പിടി കൊണ്ട് പിടിച്ചു. ചട്നിയുടെ പുളി കൂടിയോണ്ടാണോന്ന് അറിയില്ല, മുന്നേ കഴിച്ച ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ല കേട്ടോ. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സൈഡായിട്ട് വന്ന ഈ സലാഡാണ്. നല്ല അടിപൊളി സലാഡായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സൂഫി മന്തിയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ഒല്ലൂർ ജംഗ്ഷൻ എത്തിയിട്ട് മുന്നേ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വഴി ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ ശരി.